If you are new to this channel, please subscribe. What's up people, welcome back to my another video. ഇന്ന് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ഒരു വീട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. വീടുകൾ എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റോറി ഹൗസസ് ഉണ്ട്, ഡബിൾ സ്റ്റോറി ഹൗസസ് ഉണ്ട്, അപ്പാർട്ട്മെൻറ്റ് ഹൗസസ് ഉണ്ട്, പിന്നെ ഫാം ഹൗസസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ സ്റ്റോറി ഹൗസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു ഫാമിലി അവരൊരു ഡബിൾ സ്റ്റോറി ഹൗസ് ഉണ്ടാക്കി. അവരുടെ എനിക്ക് ഷെയർ ചെയ്തത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്തത്. പല സ്റ്റേജുകളുമുണ്ട്. പിന്നെ നമ്മൾ ലാൻഡെല്ലാം നമ്മൾ ഫുൾ ക്ലീൻ ആക്കി ഇടണം, പീസുകളും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റണം. അതിനുശേഷം അവർക്ക് വാട്ടർ കണക്ഷൻ അവർക്ക് കിട്ടുന്നതാണ്. വാട്ടർ കണക്ഷൻ, ഡ്രെയിനേജ് പൈപ്പ്സും എല്ലാം ഓൾറെഡി അവിടെ ഫിറ്റ് ചെയ്യും. എല്ലാം ഗ്രാസെല്ലാം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അവർ നമ്മുടെ ബിൽഡേഴ്സ് അവിടെ ഒരു ഫെൻസ് വന്ന് ഫിറ്റ് ചെയ്യും, ഒരു വേലി, ഇരുമ്പ് വേലി പോലെ തന്നെ ഫിറ്റ് ചെയ്യും. അതിനുശേഷം അവർ ബോർഡെല്ലാം അവിടെ തൂക്കുന്നതാണ്. കുറഞ്ഞ ട്രെസ്പാസസ് വരാണ്ടിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ബോർഡെല്ലാം തൂക്കും. ഉള്ളിലേക്ക് അങ്ങനെ അനുവാദമില്ലാതെ കയറി കഴിഞ്ഞാൽ അതിന് ഫൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് പിന്നെ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഉഴുതുമറിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ പൈപ്പ്സും അതിൻ്റെ അണ്ടർഗ്രൗണ്ട് എല്ലാ പരിപാടികളും അവർ ഫിറ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാം ഫിറ്റ് ചെയ്ത് അവർ മണ്ണെടുത്ത് കറക്റ്റായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വീട് വയ്ക്കുന്ന ആ സ്ഥലം ഏരിയ ഫുൾ അവർ ക്ലീൻ ചെയ്തിടും. ചെറിയ ചെറിയ ബുൾഡോസേഴ്സ് എല്ലാം വന്ന് അവർ മണ്ണെല്ലാം മാന്തി കറക്റ്റായിട്ട് അവർ കൊണ്ടുപോയി എല്ലാം പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ചെയ്യും. അതിനുശേഷം പിന്നെയുള്ള സ്റ്റേജാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ്സ് എല്ലാം ഇടുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെല്ലാം ഓരോ ബാത്റൂമിലേക്കും ഇതിലേക്കും ഉള്ള എല്ലാ പൈപ്പ്സും അവർ അപ്പോൾ തന്നെ ഫുൾ സെറ്റ് ചെയ്തതാണ്. അതിനാണ് ബേസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ബേസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവർ അതിന് ശേഷം ഫുള്ള് അതിൻ്റെ ബേസ്മെൻറ്റ് ഇടാൻ വേണ്ടി അവർ ഫുൾ തെർമോക്കോളിൻ്റെ ഒരു സെറ്റപ്പാണ്. ആ തെർമോക്കോൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് മേക്ക് ചെയ്യുന്നത്. തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ നല്ല ഇവിടുത്തെ കാലാവസ്ഥയോട് യോജ്യമായ സംഭവമാണ്. തെർമോക്കോളിൻ്റെ ഇത് വെച്ചിട്ടാണ് അവർ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അവർ ബേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തെർമോക്കോളിനെ വെച്ച് ഫുള്ള് സിമെൻ്റെല്ലാം വെച്ച് ഫില്ല് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ മേലെയാണ് അടുത്ത സ്റ്റേജ് വരുന്നത്. അതാണ് ഫുൾ പട്ടികകളും അങ്ങനെ കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ അത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. അതിനെയാണ് ഫ്രെയിം സ്റ്റേജ് എന്ന് പറയുന്നത്. ഫ്രെയിം സ്റ്റേജ് ഇങ്ങനെ ഫുള്ള് ഫ്രെയിംസ് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് അതിൻ്റെ ഒരു അപ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റ് ഒരു സ്കെൽറ്റൻ കിട്ടും. നമുക്ക് വീടിൻ്റെ ഒരു സ്കെൽറ്റൻ, റൂംസ് അങ്ങനത്തെ ഉള്ള ഏകദേശം ഒരു ഐഡിയാസൊക്കെ കിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഏരിയാസൊക്കെ നോക്കിയിട്ട്. ഓൾറൈറ്റ് ഗൈസ്, സോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇവിടെ എത്തിയേക്കാണ്. ഇവിടെ ഇപ്പോൾ ഫ്രെയിം സ്റ്റേജെല്ലാം കഴിഞ്ഞു. ഫ്രെയിം സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവരുടെ അതിൻ്റെ വിൻഡോസും ഡോർസെല്ലാം വെച്ച് ഫ്രെയിം സ്റ്റേജ് ഫുൾ കംപ്ലീറ്റ് ആയി. വിൻഡോസ് എല്ലാം സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. സൈഡിൽ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നീട് പണി നടക്കുമ്പോൾ അതിന് തെറിക്കാണ്ട് ഇരിക്കാൻ വേണ്ടി. ഏകദേശം എല്ലാ റൂമുകളുടെയും ഫുള്ള് സ്ട്രക്ചർ കിട്ടും നമുക്ക്. അപ്പോൾ ഫ്രെയിമിങ് കഴിഞ്ഞില്ലേ? ഫ്രെയിമിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജാണ് ഇൻസ്റ്റലേഷൻ ഓഫ് വിൻഡോസ് ആൻഡ് ഡോർസും
വിൻഡോസും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇനി റൂഫിംഗ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ സ്റ്റേജ് നമുക്ക് പിന്നീട് കാണാം അടുത്ത വീഡിയോസിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പണി നടക്കുന്നതാണ് നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ മുകളിൽ ഓടൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഫുള്ള് ഇഷ്ടിയെല്ലാം വെച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്കപ്പ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് ശേഷം വരുന്ന ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ട്, പിന്നെ റഫ് പ്ലംബിംഗ് നടക്കുന്നുണ്ട്. അതിനെയാണ് ഫിറ്റ് ഔട്ട് ഓർ ഫിക്സിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ പവർ പോയിൻറ്റ്സ് ഇൻക്ലൂഡിങ് ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്യുന്നതും ടൈലിംഗ്, ക്യാബിനറ്റ്സ്, ഷെൽഫ്സ് ഈ വർക്കെല്ലാം നടക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഇതാണ് സ്റ്റേജ് 5, പ്രാക്ടിക്കൽ കംപ്ലീഷൻ സ്റ്റേജ്. ഇത് ബേസിക്കലി നമ്മൾ പെയിൻറ്റിങ്ങും നമ്മൾ ഇൻസ്റ്റലേഷനും ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. വീടിൻ്റെ എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ കീ ഇട്ടിരിക്കുകയാണ്. അതിനൊന്നും ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനിട്ട് നമുക്ക് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ശരിയാക്കിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ കീ കിട്ടി. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഹോളിഡേയ്സും പിന്നെ കൊറോണ പാൻഡമിക്കിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് വീട് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ 12 to 16 വീക്സിൽ 2 സ്റ്റോർ ഹൗസസ് നമുക്ക് കോൺട്രാക്ട് കൊടുത്താൽ സ്ട്രെയിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. സോ വീടിൻ്റെ ഫുൾ ഫൈനൽ വ്യൂ ആണിത്. ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതുപോലെയുള്ള 100 കണക്കിന് വീടുകൾ ഇനിയും ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഷെൽജോ വ്ളോഗ്സ്.